ഹാംപ്ടൺ കോർട്ട് പാലസ് കാണാൻ വേണ്ടി പുറപ്പെട്ടതാണ്. ലണ്ടനിൽ നിന്ന് ട്രെയിൻ കയറി ഹാംപ്ടൺ കോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അല്പം നടക്കണം. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ അടുത്ത വലത്തേക്ക് തിരിഞ്ഞ് നടന്നാൽ നദി കാണാം. നദി ആ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാംപ്ടൺ കോർട്ട് പാലസിൻ്റെ എൻട്രൻസ് ആവും. നിരവധി ആളുകളാണ് ഈ കൊട്ടാരം കാണാൻ വേണ്ടി എത്തുന്നത്. ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കൊട്ടാരമാണ്. പ്രത്യേകിച്ചും ഇതാണ് ആ നദി. ഈ നദിയിൽ കൂടെ ബോട്ട് സർവീസും എല്ലാം ഉള്ളതാണ്. അപ്പോൾ വളരെ പ്രസിദ്ധമായ ഹാംപ്ടൺ കോർട്ട് പാലസിൻ്റെ സമീപങ്ങളിലുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹാംപ്ടൺ കോർട്ട് പാലസിൽ ഇപ്പോൾ ടുലിപ്പ് ഫ്ലവേഴ്സിൻ്റെ ഒരു പ്രദർശനമുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും പാലസിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന പൂന്തോട്ടങ്ങൾ, വളരെ വിശാലമായ പുൽത്തകിടികൾ എന്നിവ ഈ കൊട്ടാരത്തെ വളരെ മനോഹരമാക്കുന്നു. ഈ കൊട്ടാരം പ്രധാനമായും ചരിത്രത്തിൽ ഹെൻറി എട്ടാമൻ, ബ്രിട്ടീഷ് രാജകുടുംബങ്ങളിൽ അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഹെൻറി എട്ടാമൻ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് കാണും. അങ്ങനെ ഹെൻറി എട്ടാമൻ രാജാവ് താമസിച്ച കൊട്ടാരമാണ് ഈ ഹാംപ്ടൺ കോർട്ട് പാലസ്. അതിൻ്റെ കോമ്പൗണ്ടിൽ കൂടെ നടക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് ചെടികളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ പൂക്കളുടെ കാലമാണ്. അതുകൊണ്ട് എവിടെ നോക്കിയാലും പൂക്കളും വിവിധ വർണ്ണങ്ങളിലുള്ള തുളിപ്പുകളുമൊക്കെ നമുക്ക് നിരനിരയായി നിൽക്കുന്നത് കാണാം. ഈ തുളിപ്പ് പൂക്കളുടെ സൗന്ദര്യം ഒരു വ്യത്യസ്തമാണ്. വളരെ വ്യത്യസ്തമായ വെറൈറ്റി തുളിപ്പുകളാണ് ഇവിടെ ഉള്ളത്. എൻ്റെ എല്ലാം പേര് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. വളരെ വളരെ രസകരമായി അതിൻ്റെ ഭംഗി വളരെ അവർണ്ണനീയമാണ്. നിരവധി ആളുകൾ കടന്നു വന്ന് ഫോട്ടോ എടുക്കുന്നു, അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നടക്കുന്നു. കമനീയമായ ഈ കാഴ്ചകൾ കണ്ട് ഞാനും നടക്കുകയാണ്. അതിൻ്റെ അനുബന്ധമായിട്ടുള്ള പ്രവർത്തിക്കുന്ന ജോലിക്കാരുടെ കെട്ടിടങ്ങളൊക്കെയാണ്. ഈ കൊട്ടാരം വളരെ വിശാലമാണ്. ഇപ്പോൾ ഈ കോമ്പൗണ്ട് തന്നെ വളരെ വിശാലമായ ഒരു കോമ്പൗണ്ടാണ്. അതിൻ്റെ അകത്ത് നിരവധി ഗാർഡനുകളെ, പല പല വ്യത്യസ്തമായ മരങ്ങളൊക്കെ, വളരെ അപൂർവമായിട്ടുള്ള മരങ്ങളൊക്കെ ഇവിടെ നിരവധിയുണ്ട്. അപ്പം അത് കണ്ടിങ്ങനെ നടക്കാം. ആ കാണുന്നതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു കെട്ടിടമാണ്. റെസ്റ്റോറൻറ്റ് അവിടെ നടക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് ആഹാരം കഴിക്കാനുള്ള സാഹചര്യമുണ്ട്. നിരവധി ആളുകളാണ് ഈ സമയത്ത് ഇവിടെ എത്തുന്നത്. ഇപ്പം പ്രത്യേകിച്ചും വിൻ്ററൊക്കെ കഴിഞ്ഞ് ഇനി സ്പ്രിംഗ് സീസണും സമ്മറും ഒക്കെ വരികയാണ്. ഈ 5-6 മാസം UK വളരെ സജീവമാണ്. ആൾക്കാർ യാത്രകളും ഇതുപോലുള്ള എക്സിബിഷൻസും സന്ദർശനങ്ങളൊക്കെ നടത്തുന്ന വളരെ തിരക്ക് പിടിച്ച ഒരു കാലമാണ് ഇപ്പോൾ UKയിലുള്ളത്. നല്ല കാലാവസ്ഥയാണ്. നല്ല വെട്ടവും ചൂടുമൊക്കെ ഒരുവിധം ഉള്ളതുകൊണ്ട് സുഖമായിട്ട് നടക്കാനും കാണാനും പറ്റും. ഇപ്പോൾ നമ്മൾ കൊട്ടാരത്തിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. ഇങ്ങനെ നടന്നു വരുമ്പോൾ നിരവധി മരങ്ങളും ഒക്കെ കാണുന്നത് കൊണ്ട് വളരെ കണ്ണിന് വളരെ നയനമനോഹരമാണ്. ഇത് ഇപ്പം ഇപ്പോൾ ഇലയൊക്കെ ആയിട്ട് ഇങ്ങനെ വിവിധ വർണ്ണങ്ങളിലുള്ള ഇലകളൊക്കെ നിറഞ്ഞ മരങ്ങൾ, അതുപോലെ ചെത്തി ഒരുക്കിയ കോണിഫറസ് മരങ്ങളൊക്കെ, നമ്മുടെ നാട്ടിലെ ക്രിസ്മസ് ട്രീ പോലെയൊക്കെ ഉള്ള മരങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെത്തി ഒരുക്കി വെച്ചിരിക്കുന്നു. അതിനിടയ്ക്ക് വീണ്ടും തുളിപ്പിൻ്റെ ഒരു ചെറിയൊരു ഒരു ഭാഗം. അങ്ങനെ തുളിപ്പുകൾ അവിടെ ഇവിടെയൊക്കെ അവർ ഇതുപോലെ ചെറിയ പ്ലോട്ടുകളിൽ അവർ കൃഷി ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മൾ
കൊട്ടാരത്തിലേക്ക് നടക്കുകയാണ്. ആ കാണുന്നതാണ് കൊട്ടാരം. ഈ കൊട്ടാരത്തിൽ കയറുന്നതിനാണ് മെയിനായിട്ട് അവർ ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ സ്കൂൾ കുട്ടികളും ഒക്കെ നിരവധി ആളുകളാണ് ഈ കൊട്ടാരം കാണാനായിട്ട് ഇവിടെ എത്തുന്നത്. കൊട്ടാരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. അപ്പം അതിൻ്റെ അങ്കണം, ഇത് കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കയറിയാൽ ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് കാണാൻ പോകുന്നത് ഹെൻറി രാജാവിൻ്റെ പ്രധാന വസതി എന്ന നിലയിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മുറികളെ, അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ഡൈനിങ് റൂമുകൾ എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അദ്ദേഹം ബ്രിട്ടീഷ് ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് മതപരമായി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവാഹത്തോടനുബന്ധിച്ചുണ്ടായ സഭയുമായുണ്ടായ ചില പ്രശ്നങ്ങൾ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന ചർച്ചിന് തുടക്കമാവുകയും അങ്ങനെ രാജാവ് ചർച്ചിൻ്റെ പ്രധാന സ്ഥാനത്ത് വരികയും ചെയ്തു. അപ്പോൾ ഹെൻറി 8 രാജാവ് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്ന ചാപ്പലിൽ നിരന്തരം ആരാധനകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. അദ്ദേഹം മരിക്കുന്നവരെയും ആ ചർച്ച് ഇവിടെ പ്രത്യേകം നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ആ ചാപ്പൽ അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു. ഇതാണ് ആ ചാപ്പൽ. വളരെ ഭംഗിയായിട്ടുള്ള ഈ ചാപ്പൽ ഹെൻറി 8 രാജാവിനോട് ബന്ധപ്പെട്ട് ചരിത്രത്തിൽ വളരെ അപൂർവമായ ഒരു സ്ഥാനം നിലനിർത്തുന്നുണ്ട്. ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള മേൽച്ചുവരുകളും തടികളിൽ ചേർത്ത അന്തർഭാവങ്ങളൊക്കെ ഈ ചർച്ചിനെ, ഇപ്പോഴും ഈ ചർച്ച് സജീവമാണ്. ഞായറാഴ്ചകളിൽ ആരാധനയുണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഗ്ലാസ് കൂടിൻ്റെ അകത്ത് കാണുന്ന കിരീടം ഹെൻറി 8 രാജാവ് ഉപയോഗിച്ച കിരീടമാണ്. അത് പ്രത്യേകം ഒരു ഗ്ലാസ് ചേമ്പറിലാക്കിയിരിക്കുകയാണ്. നിരവധി വജ്രങ്ങളും രത്നങ്ങളൊക്കെ പിടിപ്പിച്ച രാജാവിൻ്റെ ഈ ക്രൗൺ വളരെ വിലയേറിയതാണ്. അപ്പോൾ അതിൻ്റെ വാക്കുകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് മുമ്പോട്ട് നടക്കാം. അങ്ങനെ വളരെ ഭംഗിയായിട്ടുള്ള കുരിശിൻ്റെ ലേഖനം ചെയ്തിരിക്കുന്ന ആ കിരീടം, അത് വളരെ ഭംഗിയായിട്ട് അവർ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ബ്രിട്ടീഷ് ചരിത്രത്തിൽ മതത്തിന് ഉള്ള സ്ഥാനം ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ തലവനെന്ന നിലയിൽ രാജാവ് അല്ലെങ്കിൽ രാജ്ഞി എപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്നു.